എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 15 ശ്ലോകം 4. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഈ ദശകത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളിലായി ഭഗവാൻ കപിലവാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത് കണ്ടു. ആദ്യം ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിലായിട്ട് സാംഖ്യശാസ്ത്രത്തിൽ 25 പ്രപഞ്ച തത്വങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. അതിൽ പുരുഷൻ പ്രകൃതിയുടെ ധർമ്മങ്ങളെ തൻ്റെ ധർമ്മങ്ങളായി തെറ്റിദ്ധരിക്കുന്നത് മായയിൽ പെടുന്നത് കൊണ്ടാണ്. ഈശ്വരഭജനം കൊണ്ട് മാത്രമേ മായ വിട്ടുമാറുകയുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു വെച്ചു. ഇനി ഏത് രീതിയിലുള്ള ഈശ്വരഭജനയായിരിക്കണം? അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ മനഃശുദ്ധി കൈവരുന്ന തരത്തിലുള്ള ഈശ്വരഭജനമാണ് സ്വീകരിക്കേണ്ടത്. അതായത് മനസ്സാണല്ലോ മനുഷ്യന്റെ ശത്രുവും മിത്രവും ആയി ഇരിക്കുന്നത്. അപ്പോൾ മനസ്സ് അടങ്ങണം, ചിത്തം ശുദ്ധിയാവണം. ആ രീതിയിലുള്ള ഈശ്വരഭജനം, അതിന് അഷ്ടാംഗയോഗ പരിശീലനം അത്യാവശ്യമാണ്. ആ പരിശീലനത്തിലൂടെ ചിത്തം ശുദ്ധിയായിക്കൊണ്ടുള്ള ഈശ്വര ഭജന, അതാണ് ഒരുവനെ ശരിയായ ഭക്തനാക്കി മാറ്റുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 4. വിമലമതിയുപാത്തേ ആസനാദേ മദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുയിതി ത്വം ദേവഹൂതേനഗാദി. വിമലമതിഃ ഉപാത്തൈഃ ആസനാദ്യൈഃ മദംഗം ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാ അനുവേലം കപിലതനു ഇതി ത്വം ദേവഹൂത്യേ നഗാദിഃ. ഉപാത്തൈഃ ആസനാദ്യൈഃ വിമലമതിഃ. അതായത് ഉപാത്തൈഃ ആസനാദ്യൈഃ യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ പരിശീലിച്ച് വിമലമതിഃ, അതായത് മനസ്സ് ശുദ്ധമാവുകയാണ് ആദ്യം വേണ്ടത്. നമ്മൾ ഇതിനെക്കുറിച്ച് ദശകം 4 വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അഷ്ടാംഗയോഗ പരിശീലനത്തെക്കുറിച്ച്. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ പരിശീലിച്ച് ചിത്തം ശുദ്ധിയാക്കുക. അത് വന്നതിന് ശേഷം ദിവ്യഭൂഷായുധാംഗം എന്ന് വെച്ചാൽ ദിവ്യമായ അലങ്കാരങ്ങളും ദിവ്യമായ ആയുധങ്ങളും ധരിച്ച് ഗരുഡ സമധിരൂഢം, ഗരുഡന്റെ പുറത്തിരിക്കുന്നതും രുചിതുലിത തമാലം, പച്ചില മരം പോലെ നീലവർണവുമായ മദംഗം, എൻ്റെ സ്വരൂപത്തെ. ഇവിടെ കപിലവാസുദേവനാണ് പറയുന്നത്, ഭഗവാൻ തന്നെയാണ് കപിലവാസുദേവനായി അവതരിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ സ്വരൂപത്തെ എന്ന് പറയുന്നത്. ആ രൂപത്തെ അനുവേലം എപ്പോഴും ശീലയേത ഇതി, ധ്യാനിച്ചു പരിചയിക്കണമെന്ന്, ധ്യാനിച്ചു പരിശീലിക്കണമെന്ന്. ഇതി കപിലതനു, ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ഭഗവാനെ അങ്ങ് അങ്ങ് ദേവഹൂതിയായ അമ്മയോട് നിഗാദി അരുളി ചെയ്തു എന്ന്. അപ്പോൾ ആദ്യം ഹൃദയശുദ്ധിയാണ് ഒരു ഭക്തന്റെ ഏറ്റവും ആദ്യമായി ഉണ്ടായിരിക്കേണ്ട ലക്ഷണം. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ് ശുദ്ധമായിരിക്കണം. അപ്പോൾ ആ ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിനിരിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുകയുള്ളൂ. ആ ഹൃദയശുദ്ധിക്ക് വേണ്ടിയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത്. ഇതിനെക്കുറിച്ച് 4ാമത്തെ ദശകത്തിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ കാര്യമായി അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല. അങ്ങനെ മനസ്സ് ശുദ്ധമായി കഴിയുമ്പോൾ ആ ശുദ്ധമായ മനസ്സിലെ ദിവ്യമായ അലങ്കാരങ്ങളും ദിവ്യ ആയുധങ്ങളും ധരിച്ച് ഗരുഡന്റെ പുറത്തിരിക്കുന്ന പച്ചില മരം പോലെ നീലവർണമായ എൻ്റെ സ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കൂ എന്നാണ് കപില മഹർഷി പറയുന്നത്. അപ്പോൾ മനസ്സ് ശുദ്ധമായാലേ ഭഗവാന്റെ ആ സ്വരൂപം കാണാൻ സാധിക്കുകയുള്ളൂ മനസ്സിൽ. അതായത് കലങ്ങി മറിഞ്ഞ ജലത്തിൽ സൂര്യന്റെ പ്രതിബിംബം കാണില്ല. ജലം
പരിശുദ്ധമായ ജലത്തിൽ, അതായത് ഇളക്കമില്ലാത്ത ജലത്തിലാണ് നമുക്ക് സൂര്യഭഗവാന്റെ പ്രതിബിംബം കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഒരുപാട് ചിന്തകൾ കൊണ്ട് കലുഷിതമായ മനസ്സിൽ ഭഗവാന്റെ സ്വരൂപത്തെ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ചിന്തകളില്ലാതെ മനസ്സടങ്ങണം ആദ്യം. അതിനാണ് യമം, നിയമം, ആസനം, പ്രാണായാമം പരിശീലിക്കാൻ പറയുന്നത്. അങ്ങനെ ചിത്തം ശുദ്ധമാവുമ്പോൾ ആ തെളിഞ്ഞ ജലാശയത്തിൽ സൂര്യനെ കാണുന്നത് പോലെ ആ തെളിഞ്ഞ മനസ്സിൽ, ശുദ്ധമായ മനസ്സിൽ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ടുകൊണ്ട് മനസ്സ് ആ രൂപത്തിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് ധ്യാനിക്കൂ. ഇതാണ് പറയുന്നത്. അതായത് മനസ്സിന് ഒരു മുല്ലവള്ളി പോലെയാണ് മനസ്സിന്റെ സ്വഭാവം. അതിനെ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കാതെ മനസ്സിന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ദീപനാളമായിട്ടോ ഒരു പ്രകാശജ്വാലയായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു മനോഹരമായ ഭഗവാന്റെ ആ സ്വരൂപത്തെയോ തിരുവുടലിനെയോ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. അതാണ് ഒരു ഭക്തൻ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ കപിലവാസുദേവൻ. ശ്ലോകം 5. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദി മയി സുരസരിദോഘ പ്രഖ്യാചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുയിതി ത്വം ദേവഹൂതിന്യകാദി മമ ഗുണഗണലീലാ കർണനൈഃ കീർത്തനാദൈഃ മയി സുരസരിദോഘ പ്രഖ്യാ ചിത്ത അനുവൃത്തിഃ ഭവതി പരമഭക്തിഃ സാ ഹി മൃത്യോഃ വിജേത്രി കപിലതനു ഇതി ത്വം ദേവഹൂതി നഗാദിഹി. ഇവിടെ ഭഗവാൻ ആദ്യം വിവരിച്ച ആ സാംഖ്യശാസ്ത്രം, പ്രകൃതിയുടെ 25 തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചുവല്ലോ, അതും തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അഷ്ടാംഗയോഗം, ഇത് രണ്ടിനേക്കാളും എളുപ്പമാണ് അമ്മേ ഭക്തിയോഗം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സാംഖ്യശാസ്ത്രം മനസ്സിലാക്കുന്നതിനേക്കാളും അഷ്ടാംഗയോഗം പരിശീലിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മമ ഗുണഗണ ലീലാ കർണനൈഹി. മമ എന്ന് വെച്ചാൽ എൻ്റെ, അതായത് കപില ഭഗവാനാണ് പറയുന്നത്. എൻ്റെ ഗുണകഥകളും ലീലകളെയും കേട്ടും കീർത്തനാദി നാമസങ്കീർത്തനം സ്വരൂപധ്യാനം മുതലായവ ചെയ്തും, അതായത് ഭഗവാന്റെ ഗുണകഥകൾ ഭാഗവതത്തിലും പുരാണങ്ങളിലൊക്കെ പറയുന്ന ഭഗവാന്റെ ഗുണകഥകളും ലീലകളൊക്കെ അവയെക്കുറിച്ച് നിത്യവും സത്സംഗങ്ങളിലൂടെ കേട്ടും നാമസങ്കീർത്തനം ചെയ്യുക, ഭഗവാന്റെ നാമങ്ങള് അതുപോലെ ഭജനകളൊക്കെ പാടിയും സ്വരൂപധ്യാനം ഭഗവാന്റെ രൂപത്തെ ഇഷ്ടപ്പെട്ട മൂർത്തി രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ടും ധ്യാനിച്ച് മയി സുരസരിദോഘ പ്രഖ്യാ, അതായത് മയി എന്നിൽ സുരസരിത്ത് എന്ന് വെച്ചാൽ ദേവലോകത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് വെച്ചാൽ ഗംഗ. അപ്പോ എന്നിൽ ഗംഗാപ്രവാഹം പോലുള്ള ചിത്തവൃത്തിയാകുന്ന, അതായത് ചിത്തത്തിന്റെ കർമ്മം, മനസ്സിന്റെ കർമ്മം ചിന്തകളാണ്. അപ്പോ ആ ചിത്തവൃത്തി പൂർണ്ണമായും ഭഗവാന്റെ സ്വരൂപധ്യാനവും ഭഗവാന്റെ നാമജപവും ആകുമ്പോൾ ഗംഗാപ്രവാഹം പോലെയുള്ള മനസ്സിന്റെ ചിത്തവൃത്തി ഭഗവാനിലേക്ക് ഒഴുകുന്നു. ഇതാണ് പരമഭക്തി ഭവതി, ഉത്കൃഷ്ടമായ ഭക്തി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഉത്കൃഷ്ടമായ ഭക്തി ഉണ്ടാകുന്നത്. സാ ഹി മൃത്യോഹോ വിജേത്രി, ആ ഭക്തിയാകട്ടെ മൃത്യോഹോ മരണത്തെ വിജേത്രി ജയിക്കുന്നതുമാണ്. ഇതി കപിലതനു, ഇപ്രകാരം കപിലസ്വരൂപനായ ത്വം ഭഗവാനെ അങ്ങ് ദേവഹൂതിയോട് നിഗാതി അരുളി ചെയ്തു എന്ന്. അപ്പോ മനസ്സിന്റെ കർമ്മം ചിന്തകൾ, ഗംഗാപ്രവാഹം പോലെ ശക്തിയായി ഒഴുകുന്ന ആ ചിത്തവൃത്തി, ഈ ചിന്തകളെല്ലാം അടങ്ങി ഭഗവാനിലേക്ക് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മനസ്സിന്റെ ചിത്തവൃത്തി ഭഗവാനിലേക്കാണ് ഒഴുകുന്നത്.
ഗംഗയുടെ പ്രവാഹം പോലെ അതിശക്തമാണ് മനസ്സിന്റെ കർമ്മം, ചിന്തകൾ. ആ ചിന്തകൾ ഭഗവാനെ കുറിച്ചുള്ളതാകുമ്പോൾ, പൂർണ്ണമായും ഭഗവാനിലേക്ക് ഒഴുകുമ്പോൾ അവിടെ ഉത്കൃഷ്ട ഭക്തി ഉണ്ടാകുന്നു. അതുണ്ടാവാൻ നിത്യവുമുള്ള ഭഗവാന്റെ കഥകളും ലീലകളെ കുറിച്ചൊക്കെയുള്ള സത്സംഗങ്ങളിലൂടെ കേട്ടും നാമസങ്കീർത്തനം ചെയ്തും പതുക്കെ പതുക്കെ കയറി കയറി വരുന്ന അതങ്ങനെ പരമഭക്തിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു നിഷ്കളങ്ക ഭക്തിയിലേക്ക്, പരമഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജനനം മരണം മുതലായ സംസാര ക്ലേശങ്ങൾ അവനെ ബാധിക്കുകയില്ല. ആയതിനാൽ ഭക്തിയോഗം തന്നെയാണ് ആദ്യം പറഞ്ഞ ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ഉത്കൃഷ്ടമെന്ന് ഇവിടെ കപില ഭഗവാൻ പറഞ്ഞു വെക്കുകയാണ്. ശ്ലോകം 6. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്തേ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദി ഹി ഗൃഹസക്തോ യാതനാമയ്യ ഭക്ത കപിലതനു ഇതി ത്വം ദേവഹോത്യേന്യഗാദി. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്തൈഃ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതഃ ബാലലാളീ വിശതി ഹി ഗൃഹസക്തഃ യാതനാം മയി അഭക്തഃ കപിലതനു ഇതി ത്വം ദേവഹോത്യേ നഗാദിഹി. അഹഹ മയി അഭക്തഃ. അഹഹ കഷ്ടം കഷ്ടം. കപില ഭഗവാൻ പറയുകയാണ്, കഷ്ടം കഷ്ടം. മയി അഭക്തഃ, എന്നിൽ ഭക്തിയില്ലാത്തവൻ, അതായത് ഭഗവാനോട് ഒരു ആസക്തി തോന്നാത്തവൻ, ബഹുലഹിംസ പലതരം ഹിംസകൾ ചെയ്ത്, സഞ്ചിതാർത്ഥൈഹി സമ്പാദിച്ച ധനം കൊണ്ട്, അതായത് പണം സമ്പാദിക്കാൻ ആരെയെങ്കിലും കൊല്ലുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ നിത്യജീവിതത്തിൽ പണത്തിനായിട്ട് ജോലി ചെയ്യുമ്പോൾ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ വേദനിക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ ഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കാതെ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ പലതരം ഹിംസകൾ കൊണ്ട് സമ്പാദിച്ച ധനം കൊണ്ട് പ്രതിദിനം കുടുംബം അനുപുഷ്ണൻ, നാൾ തോറും ദിവസം തോറും കുടുംബം പുലർത്തിക്കൊണ്ടും, സ്ത്രീജിതഃ സ്ത്രീകൾക്ക് കീഴടങ്ങിക്കൊണ്ടും, അതായത് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എന്ന് മാത്രം ചിന്തിച്ച്, ബാലലാളി എൻ്റെ കുട്ടികളെ സ്വന്തം കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും, ഗൃഹസക്തഃ കുടുംബത്തിനോട് മാത്രം സ്വന്തം കുടുംബത്തിനോട് മാത്രം ആസക്തിയുള്ളവനായി, അതായത് ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പൂർണ്ണമായും മുഴുകി അതിൽ ആസക്തിയുള്ളവനായി ജീവിക്കുന്നവൻ മരണശേഷം യാതനാം ഹി വിശതി നരക ദുഃഖം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇതി കപിലതനുഹു ത്വം, ഇപ്രകാരം കപില സ്വരൂപനായ ഭഗവാനെ അങ്ങ് ദേവഹൂതിയെ ന്യഗാദിഹി ദേവഹൂതിയോട് അരുളി ചെയ്തു എന്ന്. അതായത് പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇപ്പൊ ധാർമ്മികമായ രീതിയിൽ അർത്ഥം, പണം സമ്പാദിച്ച് ആഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് മോക്ഷത്തിന് യോഗ്യമായി തീരുക എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ഇതിലെ ആദ്യത്തെ 3 പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ 3 ധർമ്മം, അർത്ഥം, കാമം, ഇവയിൽ ഈ അർത്ഥകാമങ്ങളിൽ മാത്രം ആസക്തിയുള്ളവനായി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ പണം സമ്പാദിക്കാൻ, കുടുംബത്തെ പുലർത്താൻ പല വിധത്തിലുള്ള പാപകർമ്മങ്ങളും അവന് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിന്റെ ഫലമായി അങ്ങനെ ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥന് നരകമാണ് പിന്നീട് ലഭിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മനസ്സിലെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോഴും സ്വന്തം കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അത് ആ സനാതന ധർമ്മം, ആ ശാശ്വതമായ ധർമ്മം, എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്ന ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയല്ലാതെ കർമ്മത്തിൽ മാത്രം ആസക്തരായി കുടുംബജീവിതം നയിക്കുന്നവർക്ക് പിന്നീട് നരകം തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ 4 ആശ്രമങ്ങളാണ് ഉള്ളത്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം.
ഈ 4 ആശ്രമം എന്ന് പറഞ്ഞാൽ 4 കാലഘട്ടം. ഈ 4 കാലഘട്ടങ്ങളിലും ഒരുവന് 4 വിധത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ബ്രഹ്മചര്യ കാലത്തെ കർമ്മം വേറെ, ഗൃഹസ്ഥാശ്രമി ചെയ്യേണ്ട കർമ്മങ്ങൾ വേറെ, വാനപ്രസ്ഥ കാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങൾ വേറെ, സന്യാസത്തിൽ മറ്റൊരു കർമ്മവും. ഇങ്ങനെയാണ് 4 ആശ്രമങ്ങളായി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 4 ആശ്രമങ്ങളിലും ചെയ്യുന്ന കർമ്മത്തെ സ്വധർമാചരണമായി കണ്ടുകൊണ്ട് ചെയ്യണം. ഈ കർമ്മത്തിനോടുള്ള ആസക്തി, ഞാനാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, എൻ്റെ കുടുംബത്തെ നോക്കുന്നത്, എൻ്റെ കഴിവും എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും ഉപയോഗിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ള നമ്മുടെ ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുക. അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ, ഒരു കുടുംബസ്ഥന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കർമ്മഫലത്തിനും തത്ഫലമായിട്ട് അത് അനുഭവിക്കാനുള്ള പുനർജന്മങ്ങൾക്കും അവന് കാരണമായി തീരുന്നു. അതേസമയം ഈ 4 കാലഘട്ടത്തിൽ ഈ 4 ആശ്രമങ്ങളിലെയും കർമ്മങ്ങളെ, ഉത്തരവാദിത്വങ്ങളെ സ്വധർമ്മമായി കണ്ടുകൊണ്ട്, സ്വധർമാചരണമായി കൊണ്ട്, ഭഗവതർപ്പിതമായി കൊണ്ട് അനുഷ്ഠിക്കുമ്പോൾ, ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ അവിടെ കർമ്മഫലത്തിൽ നിന്നും അവൻ മുക്തനാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നത് തെറ്റാണ് എന്നല്ല കപില ഭഗവാൻ പറയുന്നത്. ഏത് ആശ്രമമാണെങ്കിലും ആ ആശ്രമത്തിലെ ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും അതിൽ ആസക്തിയോടുകൂടി, ഞാനെന്ന ഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഗൃഹസ്ഥാശ്രമിക്ക് നരകമായിരിക്കും പിന്നീട് വരാൻ പോകുന്ന അനുഭവം. കർമ്മഫലം നരകമായി അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ശ്ലോകം 7. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യദേവതാരുണ്യകാലേ കപിലതനുയിതി ത്വം ദേവഹോത്യേന്യഗാദി. യുവതി ജഡരഖിന്നഃ ജാതബോധഃ അഭി അകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയാ ഉല്ലംഘ്യ ബാല്യം പുനഃ അഭി ബദ മുഹ്യതി ഏവ താരുണ്യകാലേ കപിലതനു ഇതി ത്വം ദേവഹൂത്യേ ന്യഗാതി. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ, കുടുംബത്തിനോട് ആസക്തിയുള്ളവനായിട്ട് ആ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് പുണ്യപാപ മിശ്രമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. തത്ഫലമായി ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഭൂമിയിൽ ജീവിതം തുടരുകയാണ് സംഭവിക്കുന്നത്. ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നതിനിടയിലുള്ള ഈ ജീവിതകാലം എത്രമാത്രം സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ശരിക്കും അമ്മയുടെ ഗർഭത്തിലാണ് ഒരു കുഞ്ഞ് ആദ്യം ജനിക്കുന്നത്. എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ആ 10 മാസവും ആ കുഞ്ഞ് ദുഃഖം തന്നെയാണ് അനുഭവിക്കുന്നത്. അവിടുന്ന് മുതൽ മരിക്കുന്നത് വരെയുള്ള നിമിഷം ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലുന്ന മനുഷ്യ ജീവിതമാണ് നയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ പോലും കർമ്മങ്ങളെ സ്വധർമാചരണമായി കണ്ടുകൊണ്ട് ചെയ്ത് ഭഗവതർപ്പണമായി ചെയ്തിട്ട് ആ കർമ്മങ്ങൾ കൃത്യമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും ചെയ്യുക ആസക്തിയില്ലാതെ, എന്നാൽ മനസ്സിന്റെ ആസക്തി പൂർണ്ണമായും ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്ത് ജീവിക്കണമെന്ന് പറയുന്നതിന്റെ പ്രാധാന്യം ഇവിടെയാണ് വരുന്നത്. കാരണം ഭൂമിയിലെ ജനനം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്ര തൊട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യുവതി ജഡരഖിന്നഃ, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ അകാണ്ഡേ എന്ന് വെച്ചാൽ പെട്ടെന്ന് ജാതബോധഃ അഭി, യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി എങ്കിലും, അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച്
ആ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുന്ന സമയത്ത് പല വിധത്തിലാണ് ഗർഭത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞനുഭവിക്കുന്ന ദുഃഖം. അതായത് ഗർഭപാത്രത്തില് ഒരു ദ്രാവകത്തിൽ, ജലത്തിലാണ് കുഞ്ഞ് കിടക്കുന്നത്. കുഞ്ഞിന്റെ തന്നെ മലവും മൂത്രവും അതുപോലെ കൃമികളും വിരകളും നിറഞ്ഞ ആ ജലത്തിൽ കിടന്ന് കുഞ്ഞ് കഷ്ടപ്പെടുകയാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ എരിവും പുളിയും എല്ലാം തട്ടി അതെല്ലാം കുഞ്ഞിന്റെ ശരീരത്തെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 10 മാസം ആ ജലത്തിൽ കിടക്കുന്ന കുഞ്ഞ് അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിസ്സാരമല്ല. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദുരിതം അനുഭവിക്കുമ്പോൾ യഥാർത്ഥ ജ്ഞാനം ആ കുഞ്ഞിനുണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രസവഗളിത ബോധഃ, പെറ്റു വീഴുമ്പോൾ, അതായത് പ്രസവിക്കുന്നതോടെ, കുഞ്ഞ് പുറത്തേക്ക് വരുന്നതോടെ ആ ജ്ഞാനം നഷ്ടപ്പെട്ട് പീഡയാ ബാല്യം ഉല്ലംഘ്യ, കഷ്ടപ്പാടുകളോടുകൂടി ബാല്യം കഴിച്ചുകൂട്ടി താരുണ്യകാലേ പുനഃ അഭി, അതായത് കഷ്ടപ്പാടുകളോടുകൂടി ബാല്യവും കഴിച്ചു കൂട്ടിയിട്ട് താരുണ്യകാലേ എന്ന് വെച്ചാൽ യൗവനകാലത്ത് പുനഃ പിന്നെയും അഭിമുഹ്യതി, മോഹിക്കുക തന്നെ ചെയ്യുന്നു. ഏവ ബദ, കഷ്ടം തന്നെയാണ് ഇത് എന്ന്. ഇപ്രകാരം കപിലതനു, കപിലസ്വരൂപനായ ത്വം ഭഗവാനെ അങ്ങ് ദേവഹൂതിയെ നെകാതി, ദേവഹൂതിയോട് അരുളി ചെയ്തു എന്ന്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തില് ആ ദുരിതത്തിൽ കിടക്കുമ്പോഴും ആ കുഞ്ഞ് അപ്പോൾ ചിന്തിക്കുന്നുണ്ട് യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച്. ഞാൻ ആരാണ് എന്നൊക്കെ ആ കുഞ്ഞ് അറിയുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് വരുന്നതോടുകൂടി ആ ജ്ഞാനമൊക്കെ നഷ്ടപ്പെട്ടിട്ട്, ആ പുറത്തേക്ക് വീഴുന്നതോടുകൂടി ആ ജ്ഞാനമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആ കുഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാല്യകാലമാണെങ്കിലും കഷ്ടപ്പാടുകൾ, പിന്നെ പതുക്കെ യൗവനത്തിലേക്ക് കയറുമ്പോഴും കൂടുതൽ കൂടുതൽ മോഹങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞ് മനസ്സ് വീണ്ടും കലുഷിതമായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകും തോറും കഷ്ടപ്പാടുകൾ തന്നെയായി വരുന്നു. ഇപ്രകാരം അമ്മയുടെ ഗർഭപാത്രം തൊട്ട് ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം മരിക്കുന്നത് വരെ ഒരുവൻ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച ജീവിതമാണ് നയിക്കുന്നത്. അതിന് കാരണം ആ ഗൃഹസ്ഥാശ്രമ ജീവിതം ആണെങ്കിൽ പോലും കർമ്മം ആസക്തിയോടുകൂടി ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ജനന മരണങ്ങൾക്ക് വിധേയരാവേണ്ടി വരുന്നത് എന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ കപില ഭഗവാൻ.